കാത്തുകാണല്ലോ അവൻ എന്നിലേക്ക് ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കയറ്റി, നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എങ്കമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എങ്കമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതി തന്നെ. പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതി തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളോട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. അച്ചാമ്മ സിസ്റ്റർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അച്ചാമ്മ PM, പ്ലീസ്. ജീസസ്.
അല്ലെങ്കിൽ ദൈവാത്മാഹിയമിക്കുന്ന ആരെങ്കിലും ഒരാൾ വേഗത്തിൽ പ്രാർത്ഥിച്ചാൽ പ്ലീസ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ ക്രിസ്തുവിൽ കൂടെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ക്രിസ്ത്യനിലേക്ക് ഞങ്ങൾ വീണ്ടും അടുത്തു വരുന്നു കർത്താവേ. നല്ല രാവിലെ കാലം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ സഹായിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനോത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പാടുന്ന മക്കളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും അങ്ങ് പകൽക്കാലം കർത്താവെ രാവിലെ കൂട്ടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വചനത്തിന് മുമ്പാകെ ചില സമയങ്ങൾ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമേ. ദൈവാത്മാ ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ ജീവിതത്തിൽ ആത്മീയ മണ്ഡലങ്ങളില്ലാതെ കർത്താവെ അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനും അനേകർക്ക് ഉപകാരമായി ഭരിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിന്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തണമേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് വിവിധ സാഹചര്യങ്ങളായിരുന്നുകൊണ്ട് കർത്താവെ മറ്റു എല്ലാവരെയും ഞങ്ങൾ ദിവസങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്വർഗത്തെ ദൈവം കർത്താവെ സഹായിക്കണമേ. ഹല്ലേലൂയ. കൂടി വരുവാൻ തക്കവണ്ണം ജോയിൻ ചെയ്യുവാൻ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാഹചര്യങ്ങളെല്ലാം സ്വർഗമൊരുക്കണം, സകലവും തിരുനാമഹത്വനാക്കി തീർക്കണം. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധന്മാരുടെ മരണം, വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം, ദുഷ്ടന്മാരുടെ മരണം, ദുഷ്ടന്മാരുടെ പുനരുദ്ധാനം, ഈ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഞാൻ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു 4 കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നാം അറിഞ്ഞിരിക്കേണ്ട 4 അത്യന്താപേക്ഷിതമായ ഘടകങ്ങളുണ്ട്. A believer should practice 4 things in their spiritual growth. അവരുടെ ആത്മീയ വളർച്ചയിൽ നാം പ്രായോഗികമാക്കേണ്ട 4 കാര്യങ്ങൾ. അതിലൊന്ന്, read the Bible and study. ദൈവവചനം വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊക്കെ വേദോത്സവം വായിക്കുന്നവരാണ്. പക്ഷെ വായിച്ചു വിടുക എന്നുള്ളതല്ല, നമ്മൾ പഠിക്കണം. എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്? വായിക്കുന്ന കാര്യങ്ങൾ. അതല്ലേ ഷണ്ണനോട് പീലിപ്പോസ് ചോദിച്ചല്ലോ, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഉടനെ ഷണ്ണൻ മറുപടി പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അന്നേരം ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. നമുക്ക് സ്വയമായി ചിലപ്പോൾ ദൈവവചനം പഠിക്കാൻ ഒത്തൊന്നു വരത്തില്ല. അന്നേരം ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവാസന്മാരുടെ കീഴിൽ നമ്മൾ തിരുവചനം അഭ്യസിക്കുന്നത് വളരെ പ്രയോജനമാണ്. നമ്മുടെ ആത്മീയ വളർച്ച തിരുവചന പഠനത്തിലുണ്ട്. രണ്ടാമത്, എന്തിനാണ് ദൈവവചനം പഠിക്കുന്നത്? ടു റിയലൈസ് ട്രൂ ആൻഡ് ഫോൾസ്. തെറ്റും ശരിയും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തെറ്റും ശരിയും മനസ്സിലാക്കണമെങ്കിൽ തിരുവചനം എന്ത് ചെയ്യണം? പഠിക്കണം. ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിൽ ധാരാളം അപജയങ്ങളുണ്ട്. പല നിലകളിലുള്ളതായിരിക്കുന്ന വിൽപ്പന ചരക്കുകൾ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് കാണാനൊക്കെ ഇടയായിത്തീരും. ഇതൊന്നും തിരുവചനത്തിലുള്ളതല്ല. ഇതെല്ലാം മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സെക്കൻഡ് തിങ്, we have to pray. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിക്കേഷൻ ആണ്, ദൈവത്തോടുള്ള ആശയവിനിമയമാണ്. കമ്മ്യൂണിക്കേഷൻ വിൽ മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ്. ദൈവത്തോടുള്ള
നമ്മുടെ ബന്ധം നിലനിർത്തുന്നതാണ് പ്രാർത്ഥന എന്നുള്ളത്. ആദ്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തിരുവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. 2, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 3, നമ്മൾ കർത്താവിന്റെ സാക്ഷികളായിരിക്കണം. വിറ്റ്നസ്. അപ്പോസ്തലപ്രവൃത്തി 1:8 നമുക്ക് മനപ്പാഠം അറിയാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അന്നേരം ദൈവത്തിന്റെ ദൗത്യം, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ നാം കർത്താവിന്റെ സാക്ഷ്യം വഹിക്കണം. അക്കംപ്ലിഷ് ദ മിഷൻ. ദൈവിക ദൗത്യം നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കുന്നവരായിരിക്കണം. 4, we should go to the church. ദൈവസഭയിൽ നമ്മൾ പോകണം. എന്തിനാണെന്നറിയാം? ഫെലോഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ദൈവത്തോടുള്ള കൂട്ടായ്മ. മനസ്സിലായോ? കൂട്ടായ്മ എന്നുള്ളത് വൺ ഓഫ് ദ അപ്പോസ്തോലിക് ഡോക്ട്രിൻസ്. അപ്പോസ്തോലിക ഉപദേശങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് കൂട്ടായ്മ എന്നുള്ളത്. നമ്മളൊരു വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്നാൽ നമുക്ക് ഫെലോഷിപ്പ് കിട്ടുകയില്ല. വിശുദ്ധന്മാരോടുകൂടെ, ദൈവമക്കളോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്നേരം 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ആത്മീയ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അതിനാണ് ഈ ബൈബിൾ സ്റ്റഡിയൊക്കെ വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കുക, പഠിക്കുക, ദൈവത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവിന്റെ സാക്ഷികൾ ആകുക. സ്തോത്രം. കൂട്ടായ്മ ആചരിക്കുക, ദൈവസഭയിൽ പോകാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ നിശ്ചയമായിട്ടും നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാക്കിയാണ്. റിസറക്ഷൻ ഓഫ് ഡെഡ്. മരിച്ചവരുടെ പുനരുത്ഥാനമാണ് നമ്മുടെ വിഷയം. വാട്ട് ഈസ് റിസറക്ഷൻ? എന്താണ് പുനരുത്ഥാനം? എന്താണ് പുനരുത്ഥാനം? സ്തോത്രം. എന്താണ് പുനരുത്ഥാനം? അറിയാവുന്നവരത് പറയാമോ? പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റൈസിംഗ് ഓഫ് ദ ഡെഡ്. മരണത്തിൽ നിന്നുള്ള എഴുന്നേൽപ്പാണ് പുനരുത്ഥാനം. മരിച്ച വ്യക്തി എഴുന്നേൽക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ പണ്ട് പാപത്തിൽ മരിച്ചവരായിരുന്നു. അവിടെ നമ്മൾ ദൈവം എഴുന്നേൽപ്പിച്ചു. അതാണ് സ്പിരിച്വൽ റെസ്റ്റോറേഷൻ, ആത്മീയ പുനരുത്ഥാനം. സ്തോത്രം. 2 തീമോഥെയോസ് 2:8. നമ്മൾ കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് ഒരല്പം ചിന്തിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. നമ്മുടെ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. 2 Timothy chapter 2:8. ഒരാൾ വായിച്ചാട്ടെ. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ വിശേഷം. ആമേൻ. സ്തോത്രം. Do you remember the resurrection of Jesus? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതായത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? യേശുവിന്റെ പുനരുത്ഥാനം എനിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കിയ മാറ്റം എന്താണ്? സാധാരണ ഒരു മനുഷ്യൻ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. യേശു ജനിച്ചു, യേശു ജീവിച്ചു, യേശു മരിച്ചു.
എന്നാൽ യേശുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. ഒരാമൻ പറഞ്ഞാട്ട്, യേശു ജനിച്ചതിനേക്കാൾ ഉപരി, ജീവിച്ചതിനേക്കാൾ ഉപരി, മരിച്ചതിനേക്കാൾ ഉപരി, സ്തോത്രം, മറ്റുള്ളവരിൽ നിന്നും യേശുവിനെ വ്യത്യസ്തനാക്കിയത് യേശുവിന്റെ പുനരുത്ഥാനമാണ്. ആമേൻ. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, സ്തോത്രം, യേശുവിന്റെ പുനരുത്ഥാനം എനിക്കുണ്ടാക്കിയ മാറ്റം. വാത്സല്യ സഹോദര, നിനക്കുണ്ടാക്കിയ മാറ്റം. വാത്സല്യ സഹോദരി, നിനക്കുണ്ടാക്കിയ മാറ്റം. നിൻ മരണം കൊണ്ടെന്റെ വന്നരകം നീയാകറ്റി. നിൻ മരണം കൊണ്ടെന്റെ നരകം നീയാകറ്റി. നമ്മൾ തിരുത്താഴത്തിനൊക്കെ പാടുന്നതാണ്. യേശുവിന്റെ മരണം കൊണ്ട് നമ്മുടെ നരകം, രണ്ടാമത്തെ മരണമായ നിത്യദണ്ഡനം ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. Resurrection is a part of the gospel. സുവിശേഷത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്, എസൻഷ്യൽ ഫാക്റ്റാണ് എന്ത്? പുനരുത്ഥാനം എന്ന് പറയുന്നത്. യേശു ഉയർത്തില്ലായിരുന്നു എങ്കിൽ സുവിശേഷം എന്ന് പറഞ്ഞൊരു സംഭവമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 17-ാം വാക്യം വായിക്കണം. 1 Corinthians chapter 15 verse 17. 1 കൊരിന്ത്യർ 15:17. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ആമേൻ. അന്നേരം നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ, ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ അടിത്തറ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലായിരിക്കുന്നത്. നമ്മുടെ പ്രത്യാശയുടെ അടിത്തറ അതല്ലേ? യേശു ഉയർത്തെഴുന്നേറ്റതാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു എഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ ഉണ്ടാകുന്ന കോട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവിടെ പൗലോസ് സ്ഥാപിക്കുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിലുള്ള കോട്ടങ്ങളെക്കാൾ ഉപരി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടങ്ങളാ. ഒരാമേൻ പറയാനത്തെ പേരുണ്ട്. സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ചില നേട്ടങ്ങൾ കിട്ടിയെന്നേ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. താങ്ക് യു ലോർഡ്. അത് ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് നോട്ട് ചെയ്യാം, പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ജീസസ് റിസറക്ഷൻ. സ്തോത്രം. അതുകൊണ്ടൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 14 മുതൽ 19 വരെ. എല്ലാവരും ശ്രദ്ധിക്കണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 14 മുതൽ 19 വരെ വായിക്കാം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവൻ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ,
നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രസക്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മുടെ പ്രസംഗം വ്യർത്ഥമല്ല. അതിനാ നിലയിൽ ചിന്തിക്കണം. ഡയറക്റ്റ് സെൻസിൽ എടുത്തേ. സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം. എന്ന് പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മുടെ പ്രസംഗം വ്യർത്ഥമല്ലെന്ന്. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാം പ്രസംഗിക്കുന്നത് കള്ളത്തരമല്ല, നമ്മൾ കള്ളസാക്ഷികളല്ല. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ തെളിവാണ് കർത്താവിന്റെ ദാസന്മാരുടെ പ്രസംഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റതിനാലൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ജീസസ്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പാടുമല്ലോ, കൂടെ കൂടെ നമ്മൾ പാടുന്ന പാട്ടാ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. യേശു മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രം അല്ല. യേശുവിന്റെ ക്രൂശീകരണം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്ത ബലിയായിരുന്നു. അത് സത്യമായ കാര്യം തന്നെയാണ്. എന്നാൽ യേശുവിന്റെ പുനരുത്ഥാനത്തിലാണ്, യേശുവിന്റെ ഉയർപ്പിലാണ് നമുക്ക് നീതീകരണം ലഭ്യമാകാനിടയായിത്തീർന്നത്. സ്തോത്രം. We are justified through the resurrection of Jesus Christ. Jesus. എന്താണ് അതിന്റെ അർത്ഥം? God the Father declared that you are not a sinner now, but you are a saint through his son Jesus. യേശുവിന്റെ കാൽവറി മരണം, അതിന്റെ യഥാർത്ഥ മീനിങ് വരുന്നത് പുനരുത്ഥാനത്തോടു കൂടെയാണ്. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞ, യേശുവിന്റെ മരണമോ യേശുവിന്റെ അടക്കമോ മാത്രമല്ല, ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ യേശുവിന്റെ മരണവും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നവരായിരിക്കണം. സ്തോത്രം. നമുക്ക് പാപക്ഷമയും നമുക്ക് നീതീകരണവും യേശു ക്രിസ്തുവിന്റെ മരണത്തിലും ഉയർപ്പിലും നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പാപികളായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ നമ്മൾ വിശ്വസിച്ചു. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ഇനിയും വരുമെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുക. സ്തോത്രം. അവിടാണ് പിതാവായി ദൈവം തന്റെ പുത്രനിൽ കൂടെ നമ്മളെ ആരാക്കി മാറ്റി? നമ്മളെ നീതിമാന്മാരാക്കി മാറ്റാനിടയായി. നമ്മൾ നീതി പ്രവൃത്തികളൊന്നും ചെയ്തിട്ടല്ല.
നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസം സ്വർഗം കൈക്കൊണ്ടിട്ട് നമ്മളെ നീതിമാന്മാരാക്കി ദൈവം പ്രഖ്യാപിക്കുവാനിടയായിട്ട്. ദൈവത്തിന് സ്തോത്രം. അന്നേരം നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത്, യുവർ പാർട്ട് ഈസ് ടു ബിലീവ് ഇറ്റ്. ഗോഡ്സ് പാർട്ട് ഈസ് ദ ജസ്റ്റിഫൈ. നമ്മൾ വിശ്വസിക്കുക. ദൈവത്തിന്റെ പാർട്ടാണ് നമ്മളെ നീതീകരിക്കുക എന്നുള്ളത്. സ്തോത്രം. ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ പാപങ്ങൾ മോചിച്ചു കിട്ടി എന്നത് മാത്രമല്ല, നാം ദൈവസന്നിധിയിൽ നീതിമാന്മാരായി തീർന്നു. ഹല്ലേലൂയ പറയാൻ എത്ര പേരുണ്ട്? ഗ്ലോറി ടു ഗോഡ്. അവിടാണ് നമ്മുടെ രക്ഷയുടെ ആ ഫുൾനെസ് വരുന്നത്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ജീസസ് റിസറക്ഷൻ വാസ് ടു എഫക്റ്റീവ്. യേശുവിന്റെ പുനരുത്ഥാനം അത് വളരെ ഫലപ്രദമായ ഒന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ത്രികാലങ്ങളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതാണ്. മൂന്ന് കാലങ്ങളെയും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതാണ് കർത്താവിന്റെ മരണമടക്കം പുനരുത്ഥാനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഭൂതകാലത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടന്നത്? സ്തോത്രം. ത്രൂ ജീസസ് ക്രൂസിഫിക്ഷൻ we got a remission of sin and justification through his resurrection. സ്തോത്രം. നേരം പാപങ്ങളുടെ പരിഹാരം മാത്രമല്ല, സ്തോത്രം, നീതീകരണം കൂടെ നമ്മുടെ പഴയ കാലത്ത് കർത്താവിനെ അറിഞ്ഞപ്പോൾ നമുക്ക് ലഭിക്കുവാനിടയായി. ഏറ്റവും ബ്ലസ്സഡ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ പാപം ക്ഷമിച്ചു കിട്ടുക എന്നുള്ളതും നമ്മളെ നീതീകരിക്കുക എന്നുള്ളതും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭാവിയെ ഒന്ന് നോർത്ത് നോക്കിയേ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 14-ാം വാക്യം വായിച്ചേ. 1 Corinthians 6:14. 6:14. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയിൽ ഉയർപ്പിക്കും. നമ്മെ ഉയർപ്പിക്കും. കണ്ടോ ആ വേർഡ്? കണ്ടോ? സ്തോത്രം. We will be resurrected like Jesus resurrected. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. അതാണ് നമ്മുടെ ഭാവി പ്രത്യാശ. സ്തോത്രം. 2 കൊരിന്ത്യർ 4:14 ചേർത്ത് വായിച്ചേ. 2 Corinthians chapter 4:14. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ചു. എല്ലാരും കരമുറിച്ചൊരു സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നമ്മെയും ഉയർപ്പിക്കും എന്ന് നമ്മൾ അറിയുന്നു. We know that. Amen. We got a great hope. We will be resurrected like Jesus resurrected. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ, സ്തോത്രം, ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വേണ്ടപ്പെട്ടവര് ഒക്കെ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നുണ്ട്. എന്റെ പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു. പ്രിയ എന്റെ ഭാര്യ സെലിന്റെ പപ്പായും മമ്മിയും നിത്യതയിൽ വിശ്രമിക്കുന്നു. ഇരിക്കുന്ന പലരുടെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അടുത്ത ഫ്രണ്ട്സ് ഒക്കെ നിത്യതയിൽ വിശ്രമിക്കുന്നു. സ്തോത്രം. നമ്മൾ പുറകോട്ട് പോയാൽ ഹാബേല്, മോശ, അബ്രഹാം,
ദാവീദ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാര് എല്ലാവരും കർത്താവിൽ നിദ്ര പ്രാപിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് വരുമ്പോൾ, ആമേൻ, നമ്മുടെ കർത്താവ് വരുമ്പോൾ അവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഒരു നല്ല കൺഫർമേഷൻ നമുക്ക് തരികയാണ്, നല്ല ഉറപ്പ് തരികയാണ്. പിതാവായ ദൈവം യേശുവിനെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളെ ഉയർപ്പിക്കും, നമ്മളെ ഉയർപ്പിക്കും. ആമേൻ. അന്നേരം നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? സ്തോത്രം. നമ്മളെ വിട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടവരെ നമ്മൾ വീണ്ടും കാണുന്ന പ്രത്യാശ എത്ര വലുതാണ്. പ്രത്യാശയേറിയിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിയിടുന്നേ, പ്രത്യാശയേറിയിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിയിടുന്നേ. പ്രൈസ് ദി ലോർഡ്. പാട്ടൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന് പരിമിതി ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അന്നേരം റിസറക്ഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ക്രിസ്ത്യൻ ഹോപ്പ്. ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്, അടിത്തറയാണ് പുനരുത്ഥാനം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമ്മളിപ്പോ രണ്ട് കാര്യം ചിന്തിച്ചു. നമ്മുടെ പഴയ കാലത്തിൽ ദൈവം നമ്മെ നീതീകരിച്ചു, പാസ്റ്റ് ടെൻസ്. ഭൂതകാലത്ത് we will be glorified. നമ്മൾ തേജസ്കരിക്കപ്പെടും. നമ്മുടെ പുനരുത്ഥാന ശരീരം എന്ന് പറയുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. എന്നാൽ ഈ വർത്തമാന കാലത്തിൽ, ഈ കൃപായുഗത്തിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമുക്ക് എങ്ങനെയാണ് എഫക്റ്റീവ് ആയി തീരുന്നത്? സ്തോത്രം. എഫീസ്യ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 19 and 20. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തെ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ മതി. ഇത് പെട്ടെന്ന് ഒറ്റയടിക്ക് വായിച്ചാൽ ഇതെന്താന്ന് മനസ്സിലാകത്തില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ വളരെ ഘനമുള്ളതും ഗാംഭീര്യമുള്ളതായ ലേഖനങ്ങളാണ്. സ്തോത്രം. അതിന് നല്ല ദൈവകൃപയും ആത്മീയ കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഇവിടെ വായിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ വലിപ്പം. ഏത് ശക്തിയാന്ന് പറയാമോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ വലിപ്പം. എന്താണിത്? സ്തോത്രം. എന്നാൽ ഒന്നുകൂടെ നമ്മുടെ ടോപ്പിക്കിനോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ എന്ത് പറയും? പുനരുത്ഥാന ശക്തി. ആമേൻ. ക്രിസ്തുവിൽ വ്യാപരിച്ച് ഉയർപ്പിച്ച ശക്തി. സ്തോത്രം. നോഹ പറഞ്ഞ വളരെ ശരിയാണ്. പുനരുത്ഥാനത്തിന്റെ ശക്തി. അങ്ങനാണെങ്കിൽ നമ്മളിൽ ഇപ്പോൾ ഏത് ശക്തിയുണ്ട്? പറ. സ്തോത്രം. നമുക്ക് ഇപ്പോൾ നമ്മളിൽ പുനരുത്ഥാന ശക്തി ഉണ്ടെന്നേ. ആമേൻ. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു പുനരുത്ഥാന ശക്തി ഉണ്ട്, വസിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് എത്ര പേർക്കുണ്ട്?
ആമേൻ. സ്തോത്രം. ഒരു സൂപ്പർ നാച്ചുറൽ പവർ, റിസറക്ഷൻ പവർ നമ്മളിലുണ്ട്. അത് പലർക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ആരാധനയ്ക്ക് വരുമ്പോഴും ഒക്കെ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് എഫീസ്യർക്കുള്ള ലേഖനത്തിൽ അവിടെയുള്ള ദൈവമക്കളോട് പൗലോസ് പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എല്ലാവർക്കും ഈ ശക്തി വ്യാപരിക്കുകയില്ല. അവിശ്വാസികൾക്കോ ജഡിയനോ പ്രാകൃതനോ ഈ ശക്തി ലഭിക്കുകയില്ല. വിശ്വസിക്കുന്നവർക്കാണ് ഈ ശക്തി ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ജയകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യാനാണ് ഈ ശക്തി നമ്മൾ വ്യാപരിക്കുന്നത്. സ്തോത്രം. പീഡനങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, മരണം വന്നാലും, എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും, സ്തോത്രം, ഒരു ദിവസം ഹല്ലേലൂയ നമ്മൾ തേജസ്കരണം പ്രാപിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ പുനരുത്ഥാനം ചെയ്യപ്പെടും. അത് നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഈ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. അത് തിരിച്ചറിഞ്ഞോണം ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഞാൻ അതൊന്ന് വിശദീകരിച്ച് പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവശക്തിയുടെ ഏറ്റവും വലിയ പ്രകടനമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പെന്നുള്ളത്. ഒരു സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. Jesus' resurrection was the greatest manifestation. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ് ദൈവശക്തിയുടെ ഏറ്റവും വലിയ പ്രകടനം. കർത്താവിന്റെ പുനരുത്ഥാനത്തെ തടയാൻ റോമൻ ഗവൺമെന്റിന്റെ മുദ്രയ്ക്ക് കഴിഞ്ഞില്ല. അവർ പിടിച്ചു വെച്ച വലിയ കല്ലിന് കഴിഞ്ഞില്ല. അവിടെ കാവൽ നിന്ന പട്ടാളക്കാർക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവശക്തിയുടെ ഏറ്റവും വലിയ പ്രകടനം നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാൻ ദൈവത്തിന് നമ്മോട് ഇഷ്ടം തോന്നി എന്നുള്ളതാണ്. ഇനി ഒന്നുകൂടെ പറയട്ടെ, എന്തെല്ലാം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്നു. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ പാപത്തിന് മതിയായതായിരുന്നു. Praise ye the Lord. Praise the Lord. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അവൻ ആക്കി വെക്കുവാനിടയായി തീർന്നു. അന്നേരം സ്തോത്രം, ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ പാപത്തെ കീഴ്പ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ശക്തി ഭാവിയിൽ എന്നെ നിന്നെ ഉയർപ്പിക്കുന്നതാണ്. എത്ര പേര് പറയും എനിക്കൊരു പുനരുത്ഥാനമുണ്ട്? ഒന്ന് പറഞ്ഞാൽ Glory to God. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്? അനുദിന ജീവിതത്തിൽ ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഈ ഉയർപ്പിന്റെ ശക്തി എന്നിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ദിനംതോറും ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. It enables us to lead a victorious life. എഫീസ് ലേഖനം 3:16 നമുക്കത് വായിക്കാം. എഫീസ് ലേഖനം 3:16. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം
അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ എങ്ങനെ ബലപ്പെടണം? ശക്തിയോടെ ബലപ്പെടണം. Praise the Lord. ശുശ്രൂഷന്മാരായിരിക്കുന്ന ദൈവദാസന്മാരോട് ഈ പ്രഭാതത്തിൽ എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി ദൈവദാസന്മാരെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് നമുക്ക് ബലം തരുന്നതാണ്. Praise ye the Lord. Hallelujah. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഈ പവർ വിൽ ബി അവൈലബിൾ ടു ഓൾ. എല്ലാവർക്കും സ്തോത്രം അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. 2 Timothy chapter 1 verses 7 and 8. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, കഷ്ടം സഹിപ്പാനുള്ള കൃപ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് തരുവാനിടയായിത്തീരും. നമുക്കറിയാം, വടക്കേന്ത്യയിൽ മാത്രമല്ല, കംബോഡിയ, വിയറ്റ്നാം, ചൈന, നോർത്ത് കൊറിയ, ഇവിടെ എല്ലാം കർത്താവിന് വേണ്ടി നിൽക്കുന്നവര് പീഡനം സഹിക്കുകയാണ്, രക്തസാക്ഷികളായിട്ട് മരിക്കുന്നുണ്ട്. താങ്ങാൻ കഴിയാവുന്നതിലധികം പ്രയാസമാണ്. കഴിഞ്ഞ ആഴ്ചയില് ബീഹാറിലെ ഒരു ദേവദാസന്റെ മകൻ കൊല്ലപ്പെടുവാനിടയായി സുവിശേഷ വിരോധികളാല്. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതെല്ലാം സഹിപ്പാൻ അവരെ പ്രാപ്തരാക്കുന്നത് അവരിൽ വ്യാപരിക്കുന്ന ഉയർപ്പിന്റെ ശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാന് എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്തു, ഉയർപ്പിന്റെ ശക്തിയുടെ 5 സവിശേഷതകൾ പറയാൻ പോവാ. ഉയർപ്പിന്റെ ശക്തിയുടെ 5 സവിശേഷത. 1, നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. സെക്കൻഡ് വൺ, കർത്താവിന്റെ വേലയിൽ നമ്മെ സഹായിക്കും. ഫസ്റ്റ് വൺ, the inner man will be strengthened. അകത്തെ മനുഷ്യൻ ബലപ്പെടും. Second one, this power will enable us to do the Lord's ministry effectively. കർത്താവിന്റെ വേലയിൽ നമ്മെ സഹായിക്കും. മൂന്നാമത്, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മെ ബലപ്പെടുത്തും. Praise the Lord. പ്ലീസ് ഒന്നുകൂടെ ഒന്ന് അകത്തെ മനുഷ്യൻ ബലപ്പെടും. ഒന്നാമത്തേത്, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ സവിശേഷതകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1, അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തും. രണ്ടാമത്, കർത്താവിന്റെ വേലയിൽ നമ്മെ സഹായിക്കും. 3, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മെ ബലപ്പെടുത്തും. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മെ ബലപ്പെടുത്തും. നാലാമതായി, നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ ജയം തരുവാൻ ഈ ശക്തി
നമ്മെ സഹായിക്കും. നമുക്ക് ഒരുപാട് പോരാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ ഈ ശക്തി തികഞ്ഞു വരും. പൗലോസിന്റെ ശരീരത്തിൽ ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. 2 കൊരിന്ത്യൻസ് 12:9 കേട്ടോ. 2 കൊരിന്ത്യർ 12:9 വായിക്കണമെന്നില്ല. 5-ാമതായി വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മെ സഹായിക്കുന്നു. 2 പത്രോസ് 1:3 വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ ശക്തി നമ്മെ സഹായിക്കുന്നു. നമ്മൾ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അതിന് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നു, കർത്താവിന്റെ വേലയിൽ നമ്മളെ സഹായിക്കുന്നു, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ ജയം തരുന്നു. സ്തോത്രം. വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ ശക്തി നമ്മെ സഹായിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഇതിന്റെ ഹെഡിങ് ഉയർപ്പിന്റെ ശക്തിയുടെ 5 സവിശേഷതകൾ. പുനരുത്ഥാനത്തിന്റെ 5 സവിശേഷതകൾ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമാകട്ടോ. പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ 5 സവിശേഷതകളാണ്. നമ്മളിൽ വ്യാപരിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് എന്തൊക്കെ ചെയ്തു തരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഇനി മരണമില്ല, അല്ലേ? നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ നമ്മുടെ കർത്താവ് എവിടാണ്? പിതാവിന്റെ വലത്തുഭാഗത്ത് സദാ ജീവിക്കുക. ആ വാക്യം ഒന്ന് വായിക്കാമോ? എബ്രായലേഖനം 7:25. എബ്രായലേഖനം 7:25 വായിച്ചേ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ജീവിക്കുന്നവനാകയാൽ he always lives. സദാ ജീവിക്കുന്നവനാകയാൽ. സ്തോത്രം. കർത്താവ് മരിച്ചെന്നുള്ള സത്യമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്. ഇനി മരണമില്ല, അല്ലേ? അതല്ലോ നമ്മൾ പാടുമല്ലോ, പാതാളമേ മരണമേ നിന്നൂടെ ജയമേ വീടേ, കുഞ്ഞാട്ടിൻ നിണം കോട്ടാതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. പാതാളമേ മരണമേ നിന്നൂടെ ജയമേ വീടേ, കുഞ്ഞാട്ടിൻ നിണം കോട്ടാതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. ഹല്ലേലൂയ. ജീസസ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഇന്ന് ചരിത്ര രേഖകളിലുണ്ട്. ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ഞാൻ വളരെ വേഗത്തിൽ അടുത്ത ഭാഗത്തേക്ക് മാറുകയാണ്. സ്തോത്രം. 4 സുവിശേഷങ്ങളും ഒരുപോലെ പറയുന്ന വിഷയമാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. മത്തായിയും പറഞ്ഞു, മാർക്കോസും പറഞ്ഞു, ലൂക്കോസും പറഞ്ഞു, യോഹന്നാനും പറഞ്ഞു. സ്തോത്രം. ഈ 4 പേരും ഒരുപോലെ തങ്ങളുടെ രേഖകളിൽ എഴുതി വച്ചിരിക്കുകയാണ്, സുവിശേഷങ്ങളിൽ എഴുതി വച്ചിരിക്കുകയാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. രണ്ടാമത്തെ ഒരു തെളിവ് ഞാൻ പറയാം. ക്രൂശിന്റെ വിരോധിയായ
ദൈവസഭയ്ക്ക് ഉപദ്രവം, ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന, ക്രിസ്ത്യാനികൾക്ക് എതിരായി നിന്ന ശൗല് മാനസാന്തരപ്പെട്ടപ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്നുള്ളത്. ക്രൂശിന്റെ വിരോധിയെ കൊണ്ട്, ക്രിസ്തുവിന്റെ വിരോധിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പ്രസംഗിപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ശൗൽ മാനസാന്തരപ്പെടുകയില്ലായിരുന്നു, ശൗൽ ആ പ്രസംഗം ചെയ്യുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാകുമായിരുന്നു. സ്തോത്രം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ മൂന്നാമത്തെ തെളിവ് ഞാൻ പറയാം. വളരെ ഫാസ്റ്റായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളർന്നു കഴിഞ്ഞു. ആദ്യ നൂറ്റാണ്ടുകളിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ അടയാളമാണ് ദൈവസഭയുടെ രൂപീകരണം. 120 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘം ആത്മശക്തി വ്യാപരിച്ചപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. പിന്നെ അത് 5000 പിന്നെ നമുക്കറിയാം, യെരുശലേം മുതൽ റോം വരെ. നിങ്ങൾ അപ്പോസ്തലരുടെ പുസ്തകം പഠിക്കണം. ഏതാണ്ട് ദൈവസഭയുടെ 30-ലധികം വർഷത്തെ ചരിത്രം തരുന്ന പുസ്തകമാണ് അപ്പോസ്തലരുടെ പുസ്തകം. യെരുശലേമിൽ തുടങ്ങിയ ആ സുവിശേഷീകരണം, ആ പുനരുത്ഥാനത്തിന്റെ പ്രസംഗം അവിടെ നിന്നില്ല. യെരുശലേമിൽ നിന്നും യഹൂദിയയിലേക്കും പിന്നെ ശമരിയയിലേക്കും സിറിയയിലേക്കും, എന്തിനേറെ പറയുന്നു, അപ്പോസ്തലനായ പൗലോസിന്റെ 3 മിഷണറി യാത്ര കഴിഞ്ഞ് റോം വരെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ വലിയ സാക്ഷ്യം നടക്കുവാനിടയായി തീർന്നു. അന്നേരം ഇത്ര ശീഘ്രഗതിയിൽ ഒരു കമ്മ്യൂണിറ്റി വളർന്നു വന്നത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു സ്തോത്രം, ഒരു കമ്മ്യൂണിറ്റി ആയി തീരാനുള്ള കാരണം എന്ന് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. കർത്താവ് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയും. യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത്. യഹൂദന്മാർക്ക് തിരിഞ്ഞത് അവരുടെ ദേവാലയത്തെ കുറിച്ചാണ്. പക്ഷെ ഒരു കാര്യം അറിയാം, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പെന്തക്കോസ്ത് ദിനത്തിൽ ദൈവസഭ ആരംഭിച്ചു. AD 70 യഹൂദന്റെ പള്ളി നാമാവിശേഷമായി. ഇന്ന് യഹൂദനൊരു പള്ളിയില്ല. ഇന്ന് ഭൂമിയിലുള്ളത് ദൈവസഭയാണ്. ഒരാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ വലിയ തെളിവാണ് യഹൂദന് പള്ളിയില്ലാത്തതും ദൈവസഭ ഇന്ന് ഭൂമിയിലുള്ളതും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിക്കാം. പലസ്തീൻ നാട് കാണാൻ എല്ലാവരും പോവാറുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, യേശുവിന്റെ കല്ലറയുടെ അവിടെ, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ധാരാളം കല്ലറകൾ അവിടെയൊക്കെ ഉണ്ടെങ്കിലും സ്തോത്രം, യേശു കല്ലറയ്ക്കകത്തില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒറ്റ ബോർഡ് യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് നിർത്താം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെ കുറിച്ചാണ്. വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം ആ വിശുദ്ധന്മാരെന്ന് ചിന്തിക്കരുത്. പുതിയ നിയമ സഭാ വിശ്വാസികൾ വിശുദ്ധന്മാരാണ്. അതുപോലെ തന്നെ പഴയ നിയമ ഭക്തന്മാരും
വിശുദ്ധന്മാരാണ്. അതായത് നമുക്ക് വിശുദ്ധന്മാരുടെ സംഘത്തെ രണ്ടായി തരംതിരിക്കാം. പഴയ നിയമ വിശുദ്ധന്മാരെന്നും പുതിയ നിയമ വിശുദ്ധന്മാരെന്നും. ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് സെയിൻസ്. ഇനിയും അത് അങ്ങനെ നമ്മൾ മനസ്സിലിരിക്കുമ്പോൾ തന്നെ പ്രധാനമായി 3 വിധ പുനരുത്ഥാനമുണ്ട്. അതിന്റെ ടൈറ്റിലാണ് ഞാൻ ഈ പറയുന്നത്, 3 വിധ പുനരുത്ഥാനം. ഒന്ന്, നടന്നു കഴിഞ്ഞ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. മരിച്ചവരിൽ ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അന്നേരം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. 2, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. 3, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം. അങ്ങനെ പുനരുത്ഥാനത്തെ നമുക്ക് 3 ഭാഗമായിട്ട് തരംതിരിക്കാം. 1, ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. 2, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. 3, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം. വെളിപ്പാട് പുസ്തകം 20:6 ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20:6. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ആമേൻ. എന്നിട്ട് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് പറയുന്ന പേരാണ് ഒന്നാം പുനരുത്ഥാനം. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് ദൈവവചനം പറയുന്നത് ഒന്നാം പുനരുത്ഥാനം, ഫസ്റ്റ് റിസറക്ഷൻ. ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20 മുതൽ 23 വരെ ഒന്ന് വായിക്കും. 1 കൊരിന്ത്യർ 15-ന്റെ 20 മുതൽ 23 വരെ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകുകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവൻ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. 3 കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. അങ്ങനെ വേണം അത് വായിക്കാൻ. പിന്നെ ക്രിസ്തുവിനുള്ളവർ എന്ന് പറഞ്ഞിട്ട് ഗ്യാപ്പ് കൊടുക്കല്ലേ. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. പിന്നെ 3-ാമത് പറയുന്നത് പിന്നെ അവസാനം. ഇങ്ങനെ 3 ഭാഗമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. ഓരോരുത്തരും താന്താന്റെ നിരയിൽ അത്രേ. ഇവിടെ നിരയെന്ന് ഉദ്ദേശിക്കുന്നത് സംഘം. വിശുദ്ധന്മാരുടെ സംഘം, ദുഷ്ടന്മാരുടെ സംഘം. മനസ്സിലായി? താന്താന നിര. പഴയ കാലത്ത് ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. പരിശുദ്ധ സംഘത്തിൽ നാഥ ഞാനും കാണപ്പെടുവാനായി ഓതാൽ വാഞ്ചിക്കുന്നേ. നാഥ ഞാനും കാണപ്പെടുവാനായി ഓതാൽ വാഞ്ചിക്കുന്നേ. ഇങ്ങനെ നോക്കുക, വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം ഒന്നാം പുനരുത്ഥാനമാണ്. സ്തോത്രം. താന്താന്റെ നിരയിലാണ് അവരുടെ പുനരുത്ഥാനം നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഭയങ്കര
സംശയമുള്ള ഒരു വിഷയമാണ്. പഴയ നിയമ വിശുദ്ധന്മാർ എപ്പോഴാണ് ഉയർക്കുന്നത്? നമുക്കറിയാം പുതിയ നിയമ വിശുദ്ധന്മാർ എപ്പോഴാണ് ഉയർക്കുന്നത്? എപ്പോഴാണ് പുതിയ നിയമ വിശുദ്ധന്മാർ ഉയർക്കുന്നത്? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഇത്ര നേരം ഞാൻ തന്നെ പറഞ്ഞു. കർത്താവിന്റെ രണ്ടാം വരവിലെ ഇനി ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നതാണ്. കർത്താവിന്റെ വരവിങ്കലാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ? ആ, കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ എടുക്കപ്പെടുന്നത് പുതിയ നിയമം വിശുദ്ധന്മാര് എഴുന്നേക്കും. ആ. എന്റെ അനുഭവത്തിലുള്ളത് ഈ കർത്താവിന്റെ കൃപയാൽ ആൾക്കാർ മരിക്കുന്നതിന് മുമ്പ്, മെയിൻലി ഈ ജ്ഞാനക്കാര് ഒക്കെ മരിക്കുന്നതിന് മുമ്പ്, ഒരു ദിവസം മുമ്പോ തലേ ദിവസം രാത്രിയിലോ അവരുടെ അരികിൽ പോയിട്ട് സുവിശേഷം പറഞ്ഞ് മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ എത്തുവാനുള്ള അവസരം കർത്താവ് സന്നിധിയിൽ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ഈ മാനസാന്തരത്തിന്റെ അനുഭവങ്ങളും അത്രയും നാളും ചെയ്ത പാപങ്ങളൊക്കെയും ക്ഷമിക്കണമേ എന്നും ഒക്കെയും അവരോട് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കും. പറയിപ്പിച്ചതിന് ശേഷം സ്നാനപ്പെടാനും അവർക്ക് പോകാനൊക്കെ സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. സ്നാനപ്പെടാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലില്ല, എന്നാൽ ഞങ്ങള് കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനോടൊപ്പം ചേരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം ഏറ്റുപറയുന്നത്. പല ആൾക്കാരും ഈ പറയുന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ, എന്റെ വല്യപ്പച്ചൻ്റെ അനിയനെ ഈ പറയുന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ മരിച്ചുപോയി. ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു അമ്മച്ചി ഇത് മുഴുവനും അവരും മരിച്ചു. അവരും പിറ്റേ ദിവസം രാവിലെ മരിച്ചു. മനസ്സിലായി. അപ്പൊ ഈ കർത്താവിന്റെ വരവ് ഇവര് പോമോ? പിന്നെ 100% പോകും. അത് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മുടെ ടോപ്പിക്ക് വിടല് ചിന്തിച്ചിരുന്നാണ്. നമ്മളിപ്പോൾ പിന്നെ രോഗികളായി മരണക്കിടക്കയിൽ കിടക്കുന്നവരുടെ സുവിശേഷം പറയുമ്പോൾ അവർക്ക് പാപബോധമുണ്ടായി അവർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നമ്മൾ കാണുന്നുണ്ട്. ഹോസ്പിറ്റൽ മിനിസ്ട്രീസിൽ നമ്മൾ കണ്ടുവരുന്നത് ധാരാളം പേര് രക്ഷിക്കപ്പെടുന്നു. പിന്നെ അവര് അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് അവർ മരിക്കുകയും ചെയ്യും. ഇവര് സ്വർഗത്തിൽ പോകുമോ എന്നുള്ളത് ന്യായമായ ചോദ്യമാണ്. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, സഭ എന്നുള്ളത് സഭ എന്നുള്ളത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവസഭ. കർത്താവ് വരുന്നത്, സ്തോത്രം, ഈ മണവാട്ടി സഭയെ മാത്രം ചേർക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ഇതിനകത്ത് അന്തർലീനമായിരിക്കും ചില മർമ്മങ്ങളുണ്ട്. ഞാൻ അത് പറയാനായി വരുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. മനസ്സിലായോ? മണവാട്ടിക്ക് മണവറയുണ്ട്, അത് സത്യമല്ലേ? എന്നാൽ അനേകം ഞാൻ എല്ലാവർക്കും കൂടെ ഒരു എല്ലാവർക്കും ഒരേ പദവിയുള്ള ഒരു റൂമാണ്, അല്ലെ വീടാണ്, അല്ലെ ഹാളാണെന്നൊന്നുമല്ല കർത്താവ് പറഞ്ഞു. പലതുണ്ട്. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടാതെ മരിച്ചു പോയാൽ അവർ സഭയുടെ അംഗമാകുന്നില്ല, പക്ഷെ അവർ നിത്യത നഷ്ടപ്പെടുന്നില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാൻ ദൈവം അവസരം കൊടുത്തിട്ട് ദൈവകൽപ്പന നിന്ദ്യമായി നടന്നാൽ അവൻ എന്ത് ചെയ്യത്തില്ല, അവൻ നിത്യതയിൽ പോവുകയില്ല. സ്നാനപ്പെടാനോ അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യാനോ ദൈവനാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ നിവൃത്തിയില്ലാത്ത ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞു, ഗുരു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണം. ക്രൂശിൽ കിടക്കുക. അവൻ യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലായി. സ്തോത്രം. യേശു എന്നാ പറഞ്ഞേ?
നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. അന്നേരം ഈ പുള്ളി സ്നാനപ്പെട്ടോ? അക്ഷരാർത്ഥത്തിൽ അതിനൊരു യേശുവിനോടൊപ്പം അതിന് ക്രൂശിക്കപ്പെട്ടു. ശ്രദ്ധിച്ചാണ്, അക്ഷരാർത്ഥത്തിൽ യേശുവിനോടൊപ്പം ക്രൂശിച്ചതല്ല സത്യം. പക്ഷേ ദൈവത്തിന് വേണ്ടി ഇറങ്ങി ഒരു വാക്ക് പറയാനോ എന്തെങ്കിലും ചെയ്യാനോ കഴിഞ്ഞില്ല. മനസ്സിലായോ? അവനോട് പോയി, സ്വർഗത്തിൽ പോയി. അങ്ങനെയുള്ള റെയർ ആളുകൾ ഉണ്ട്. മനസ്സിലായോ? അന്നേരം ക്രൂശിലെ രക്ഷിക്കപ്പെട്ട കള്ളനെ പോലെയുള്ള ആളുകൾ കർത്താവിന്റെ വരവിലുണ്ട്. സ്തോത്രം. പിന്നെ ഒന്നും ദൈവത്തിന് വേണ്ടി നേടാൻ കഴിയാത്തവരുണ്ട്. പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. നമുക്കത് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കാം. സ്തോത്രം. ഓക്കെ, അത് ഇപ്പൊ തൽക്കാലം ഇത്രയും ചിന്തിക്കുക. രക്ഷിക്കപ്പെട്ട് ഉടനെ മരിച്ചുപോയാൽ അവൻ നിത്യതയിൽ കാണും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ അവർ സഭയുടെ അംഗങ്ങളായിരിക്കുകയില്ല. സ്തോത്രം. ഇനി നരകത്തിൽ പോവില്ല, നരകത്തിൽ പോകത്തില്ല. സ്തോത്രം. ഇനി നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത്, നമ്മൾ ഏത് ഭാഗമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നേ? സ്തോത്രം. 1 Corinthians 15:20 മുതൽ. ഓക്കെ. താന്താന്റെ നിരയിൽ എന്ന് പറഞ്ഞാൽ, ഇനി ചോദ്യം, പഴയ നിയമ വിശുദ്ധന്മാർ എപ്പോഴാണ് ഉയർക്കുന്നത്? എപ്പോഴാ പഴയ നിയമ വിശുദ്ധന്മാർ ഉയർക്കുന്നത്? പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ ഉയർച്ച കർത്താവ് ഉയർത്തുന്നിട്ട് പോയപ്പം പോയില്ലേ സാറേ? സിസ്റ്റർ പറഞ്ഞു നല്ല. കർത്താവിന്റെ രണ്ടാം വരവ്. അവർ ഉയർത്തെഴുന്നേറ്റില്ലല്ലോ. മരിച്ചവരുടെ ആത്മാക്കളെ കർത്താവ് അബ്രഹാമിന്റെ മടിയിൽ നിന്ന് മോളത്തെ പർദീസയിലേക്ക് കൊണ്ടുപോയത് മാത്രമേ ഉള്ളൂ. അവർക്ക് പുനരുത്ഥാനം ഉണ്ടായില്ല. അവരെല്ലാം പുനരുത്ഥാനം ഉണ്ടാവും. മനസ്സിലായോ? അവർ സ്ഥലം മാറ്റിയെന്നേ ഉള്ളൂ. താഴത്തെ മേലത്തെ പാതാളത്തിൽ ഇരുന്ന ആളുകളെ സ്വർഗസ്ഥലങ്ങളിൽ കൊണ്ടുപോയത് മാത്രമേ ഉള്ളൂ. അവർക്ക് പുനരുത്ഥാനം ഉണ്ടായിട്ടില്ല. പുനരുത്ഥാനത്തിന് വേണ്ടി എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 39-40 വാക്യങ്ങൾ. എബ്രായ ലേഖനം 11-ന്റെ 39-40 വാക്യങ്ങൾ. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപ്രവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു. നോക്കണം, നമ്മുടെ എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവൻ പ്രതിപാദിച്ചിരിക്കുന്നത് വിശ്വാസത്താൽ മരിച്ച പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹാബേൽ തുടങ്ങി ഇങ്ങോട്ട് പോരുകയല്ലേ. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ഹാബേൽ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെ. 40-ാം വാക്യം വായിക്കുമ്പോൾ, അവർ നമ്മെ കൂടാതെ, ശ്രദ്ധിക്കണം, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, പുതിയ നിയമ വിശുദ്ധന്മാരുടെ കെയർ ഓഫിൽ അവർക്കും ഒരു രക്ഷയുടെ പൂർത്തീകരണമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി തരാം. സ്തോത്രം. പഴയ നിയമ വിശുദ്ധന്മാർ യാഗമർപ്പിക്കുമ്പോൾ അവരെന്ത് വിശ്വസിച്ച യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നേ? ചുമ്മാ അങ്ങ് യാഗം അർപ്പിക്കുമായിരുന്നു. പാപമോചനം ഒക്കെ ശരിയാണ്. ഒരു കാളക്കിടാവിനെയോ ഒരു ആട്ടിൻകുട്ടിയെയോ യാഗമർപ്പിക്കാൻ കൊടുന്ന യാഗാർപ്പകൻ, ഞങ്ങൾക്ക് വേണ്ടി ഒരു മശിഹാ വരും, ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് മുൻപോട്ട് നോക്കി പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടായിരുന്നു അവരൊക്കെ എന്ത് ചെയ്തു? യാഗമർപ്പിച്ചു. അതല്ലേ പൗലോസ്, നമ്മുടെ പെസഹാ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. ഏത് യാഗത്തിലും അവർ വരുവാൻ പോകുന്ന മശിയെ കണ്ടുകൊണ്ടാണ്
അവർ യാഗമർപ്പിച്ചിരുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മനഃപ്പാഠമായി അറിയാവുന്ന വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന പൗലോസ് പറയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും, അടുത്തതാണ് പ്രാധാന്യമുള്ളത്, ക്രിസ്തുവിൽ മരിച്ചവർ. ആരാ ക്രിസ്തുവിൽ മരിച്ചേ? പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം യാഗമർപ്പിക്കുമ്പോൾ മുൻപോട്ട് നോക്കി വരുവാനുള്ള മശിയെ മുമ്പിൽ കണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു. എബ്രായലേഖനം 11-ാം അധ്യായം പറയുന്ന മൊത്തം വിശ്വാസമല്ലേ? വിശ്വാസത്താലാണ് അവർ മരിച്ചത്. പക്ഷെ ഒരു ക്ലോസ് വെച്ചു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുകയില്ല. സ്തോത്രം. നേരം ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവസഭ മണവാട്ടിയാണ്. ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു വിവാഹവേദിയിൽ മണവാളനും മണവാട്ടിയും തന്നെയാണോ പോകുന്നത്? ഒരു കല്യാണം എന്ന് പറഞ്ഞേ മണവാട്ടിയുടെ കൂടെ, പഴയ നിയമമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, മണവാട്ടിയുടെ കൂടെ എപ്പോഴും തോഴ്മക്കാരുണ്ട്, മണവാളന്റെ കൂടെ ഉണ്ട്. ഒന്ന് വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. മർക്കോസ് 2:19. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴിമാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. തോഴ്മക്കാര് നോർത്ത് നോക്കിക്കേ, മണവാളന്റെ കൂടെ തോഴ്മക്കാരുണ്ട്. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എസ്തേറിന്റെ കൂടെ തോഴിമാരുണ്ടായിരുന്നു. അഹശ്വേരോശ് രാജാവിന്റെ രാജ്ഞിപദം അലങ്കരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട എസ്തേറിന്റെ കൂടെ തോഴിമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ, സ്തോത്രം, മണവാട്ടി സഭയുടെ തോഴീതോഴന്മാരായി പഴയ നിയമവിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകം 2:9 വായിക്കുമ്പോൾ ഉത്തമമായ സ്ഥലത്ത് എസ്തേറിനെ ആക്കിയത് നമുക്ക് കാണാൻ തക്കവണ്ണം. അതിന്റെ ആത്മീയ വിഷയം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് പ്ലേസ് ഉണ്ട്. അത് കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. ഇനി നമുക്ക് ദൈവം അനുവദിച്ചാല് ഇതിന് ബാക്കി കുറച്ച് ഭാഗമുണ്ട്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കിപ്പോൾ ഒരു പാട്ട് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പാട്ടുകാരുണ്ടോ? പോയോ? പാസ്റ്റർ അവര് ഹബ്ബിന് പോയി. ഓക്കെ, നോ പ്രോബ്ലം. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവസ്ഥനെ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവി